വീട്ടിൽ നിന്ന് ഭർത്താവുമായിട്ട് പിണങ്ങി ഇറങ്ങിയതാണല്ലേ? ആര് പറഞ്ഞു? എനിക്കങ്ങനെ തോന്നി. ഇതുപോലൊരു അനിയത്തി എനിക്കുണ്ടേ. ഭർത്താവിനോട് പിണങ്ങുമ്പോ അവള് ഇതുപോലെ കുഞ്ഞിനെ എടുത്തോണ്ട് വരും. നിങ്ങളെ കണ്ടപ്പോ എനിക്കും അങ്ങനെ തോന്നി. അതുകൊണ്ട് ചോദിച്ചതാ. ആ അതെ. ഇവിടെ ഒന്ന് ചോദിച്ചു നോക്കാം. വാ ചേട്ടാ, ഈ ഫോട്ടോയിൽ ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ കണ്ടായിരുന്നോ? ഇല്ല, കണ്ടില്ല. നമുക്ക് വേറെ എവിടെയും നോക്കാം. ആ ശരി ചേട്ടാ. ആ ഇനി എങ്ങോട്ട് പോകാനാ ഉദ്ദേശം? സ്വന്തം വീട്ടിലേക്കാണോ? അല്ല. പിന്നെ എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ടെങ്കിലും പോണം. ആരും അന്വേഷിച്ചു വരാത്ത ദൂരെ എങ്ങോട്ടെങ്കിലും. പെങ്ങളെ, നിങ്ങൾ എന്തായി പറയുന്നത്? നേരെ സന്ധ്യയാൻ പോകുന്ന കണ്ടില്ലേ? ഈ നേരത്തെ കുഞ്ഞിനെ കൊണ്ട് എങ്ങോട്ടെന്നറിയാതെ എവിടെ പോകാനാ? വേണമെങ്കിൽ ഞാൻ നിങ്ങളെ വീട്ടിൽ കൊണ്ടാക്കാം. ഭർത്താവിനോടുള്ള പിണക്കമൊക്കെ പറഞ്ഞു തീർക്കാവുന്നുള്ളല്ലേ ഉള്ളൂ. ഞാൻ ഇനി തിരികെ അങ്ങോട്ടേക്കില്ല. നിങ്ങൾ എന്നെ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ കൊണ്ടുവിട്ടാൽ മതി. ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. ഈ സമയത്ത് കുഞ്ഞിനെ കൊണ്ട് നിങ്ങൾ എവിടെ എത്തത്തില്ല. പുറം ലോകം നിങ്ങൾ കാണുന്ന പോലെ അത്ര സുരക്ഷിതമൊന്നുമല്ല. അതൊക്കെ എനിക്കറിയാം. ഏത് പ്രതിസന്ധി വന്നാലും അതിനൊക്കെ നേരിടാനുള്ള ധൈര്യം എനിക്കുണ്ട്. പിന്നെ ഇവിടെ പോലീസ് നിയമമൊക്കെ ഉണ്ടല്ലോ. ചുറ്റിലുള്ള മനുഷ്യരെല്ലാവരും ചതിയന്മാരും വഞ്ചകന്മാരും ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ വിചാരിച്ച പോലെ അല്ല, ധൈര്യമുള്ളവളാ. നിങ്ങൾ പൊയ്ക്കോളൂ, ഇവിടെ നിർത്തണ്ട. അനിയത്തി, വിരോധമില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ? ഇതുപോലെ മനസ്സ് വിഷമിച്ചു വരുന്ന ഒരുപാട് സഹോദരികളെ സഹായിക്കുന്ന ഒരു സ്ഥലം എനിക്കറിയാം. ഒറ്റയ്ക്ക് കുഞ്ഞിനെ കൊണ്ട് എവിടെയെങ്കിലും അപകടത്തിൽ ചാടാതെ വിശ്വസിച്ച് പോകാൻ പറ്റിയ ഒരിടമാണ്. ഞാൻ എങ്ങോട്ടേക്കും ഇല്ല. നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ഒന്ന് കേട്ടാ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് തന്നെ പോവാം. അതിനൊന്നും ഒരു പ്രശ്നമില്ല. അവളെ കണ്ടോടാ? ഇല്ലമ്മ, എല്ലായിടത്തും അന്വേഷിച്ചു, ഒരിടത്തും കണ്ടില്ല. ഇതുവരെ വൃന്ദാവനത്തിലും ചെന്നിട്ടില്ലേ? പിന്നെ അവൾ എങ്ങോട്ട് പോയി? എനിക്കറിയത്തില്ല. മക്കളെ, അവളെ എവിടെയെങ്കിലും കണ്ടോടാ? ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വരുന്നത്. എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒരു വിവരം കിട്ടിയിട്ടില്ല. എവിടെ പോവാനാ? അനുപേട്ട, നീ ഒറ്റ അതിനെല്ലാത്തിനും കാരണം. അനുപേട്ട, അനൂപേ, അവനെ ഒന്നും ചെയ്യില്ലേ? അനുവേ, ഇങ്ങനെ തമ്മിൽ തല്ലിയാൽ അർച്ചനെ കുഞ്ഞിനെ തിരിച്ചു കിട്ടുമോ? ഇപ്പൊ നമുക്ക് അന്വേഷിക്കാം, ബാക്കിയൊക്കെ പിന്നീട് പറഞ്ഞു തീർക്കാം. എന്റെ പെങ്ങൾക്ക് കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാണ്ടല്ലോ, നിന്നെ ഞാൻ വെച്ചേക്കില്ല. ഞാൻ അമ്മേ വാ. എന്തിനാ ഇവിടെ നിൽക്കുന്ന? ഇനി നിങ്ങളെയൊക്കെ ഞാൻ വിശ്വസിച്ചു പോയി. എന്റെ 2 പെൺമക്കളെയും ഞാൻ ഈ വീട്ടിലേക്ക് തന്നത്. എന്നിട്ടിപ്പോ അതിലൊന്നിനെ കാണാനില്ല. അവൾ എങ്ങോട്ടോ ഇറങ്ങിപ്പോയെന്ന്. സേതുട്ടാ, കുഞ്ഞിനെ കൊണ്ട് അവളെ എന്തെങ്കിലും കടുകയും ചെയ്താ ഞാൻ പിന്നെ എങ്ങനെ സഹിക്കും? അമ്മേ, മനഃപൂർവ്വം ഞങ്ങൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല.
അനിയത്തിയായിട്ടല്ല, ഒരു മകളെ പോലെയാ ഞാൻ അവളെ സ്നേഹിച്ചത്. നമുക്ക് അവളെ കണ്ടുപിടിക്കാം. ഇന്ന് രാത്രി തന്നെ എങ്ങനെയാലും കണ്ടുപിടിക്കാം. ഇറങ്ങി പോടാ. ഇല്ല, വേണ്ട. നീ എന്തിനാ ഇനി ഇവിടെ നിൽക്കുന്നത്? സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും സംരക്ഷിക്കാൻ കഴിയാത്ത നീ ഒരാളാണോടാ? ഈ അമ്മയുടെ കരച്ചിൽ നീ കേട്ടില്ലേ? നെഞ്ചിൽ തീയുമായി നിൽക്കുന്ന ഈ അനൂപിനോട് ഞാൻ എന്ത് മറുപടി പറയും? നീയാണ് എല്ലാത്തിനും ഉത്തരവാദി. അർച്ചനയെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ സമയത്ത് പരിഹരിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമായിരുന്നു. നീ ഇപ്പോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അവളെയും കുഞ്ഞിനെയും കൊണ്ടല്ലാതെ ഈ വീട്ടിലേക്ക് കയറിപ്പോരുത്. ഞങ്ങൾ ഇറങ്ങാം. ഈ ചതി ഞങ്ങളോട് വേണ്ടായിരുന്നു. അമ്മേ വാ. അനൂപേ, ഞാനിനി എന്ത് ചെയ്യും മോളെ? അമ്മ പോവുക. എന്റെ മോളെ കാണുന്നവരെ എനിക്കൊരു സമാധാനവും ഇല്ല. എനിക്കിനി ഇവളെ ഉള്ളു. ഇവക്കെങ്കിലും നാളെങ്കിലും ഒരു അവസ്ഥ ഉണ്ടാവരുത്. ആന്റി